ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭാഗം ഞാൻ ഇന്നലെ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ പറ്റി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാൻ ഇടയായി. അപ്പോസ്തലനായ പൗലോസ് ഗമാലിയേലിൻ്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് വചനം അഭ്യസിച്ചിട്ടുള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വച്ച് കർത്താവിനെയും കർത്താവിൻ്റെ ജനത്തെയും ഉപദ്രവിക്കുവാനായിട്ട് കടന്നുപോയ മനുഷ്യൻ, ദൈവം അവനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവനവിടെ വീണു. അവനവിടെ വീണിട്ട് അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ കണ്ണുനീര് പോയി എന്നാണ് ആ ഭാവമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 22-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിച്ചാൽ പൗലോസ് ദൈവത്തെ കണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യം. മതി. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു, അവനെ കണ്ടു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ യഥാർത്ഥമായിട്ട് ദൈവത്തെ കണ്ട മനുഷ്യനാണ്. പലരും രക്ഷ പ്രാപിച്ചു എന്നൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെയും അവൻ്റെ ജനത്തെയും ഉപദ്രവിക്കാൻ പോയ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. അവൻ്റെ പോക്കിൽ അവൻ ഉപദ്രവിക്കാനായിട്ട് ഒരുമ്പെട്ട് പോയ ആ ദൈവം തന്നെ അവൻ്റെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായിട്ട് തീർന്ന ഒരു ചരിത്രമാണ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ. ഹല്ലേലൂയ. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുന്നതിൻ്റെ കാര്യം. അവൻ്റെ ആ പഴയ മനുഷ്യൻ്റെ ആ സ്വഭാവമേ അല്ല, ഒരു പുതിയ മനുഷ്യനായിട്ട് അവിടെ ജനിക്കുകയാണ്. അതാണ് വീണ്ടും ജനനം. ഏതെല്ലാം തെറ്റുകള്, കൊള്ളരുതായ്മകള്, അനീതികള്, ദുഷ്ടതകള് എല്ലാം നിറഞ്ഞ ഒരു മനുഷ്യൻ നേരിട്ട് ദൈവത്തെ കാണുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ പലരും ചോദിക്കുമായിരിക്കും, അങ്ങനെ നേരിട്ട് കണ്ട മനുഷ്യൻ ജീവിച്ചിരിക്കും?
കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രമാത്രം തേജസ്സാണ്, അത്രമാത്രം പ്രകാശമാണ്. പൗലോസ് അവിടെ വീണു. പിന്നെ അവനൊന്നും കാണാൻ മേലാതെ വന്നു. അവനവിടെ കിടന്ന് കരഞ്ഞു, ഒന്നും അറിയാൻ മേല. ഹല്ലേലൂയ. അവൻ നേരിട്ട് കണ്ട് ആ തേജസ് ആരുടേതാണെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. അതവൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ തിരിച്ചറിവാണ് അവനുണ്ടായത്. പലപ്പോഴും രക്ഷയുടെ മാർഗത്തിലേക്ക് വരുന്നവർക്ക് ഈ തിരിച്ചറിവിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല അവൻ കർത്താവിന് വേണ്ടി കർത്താവിനെ കണ്ടിറങ്ങിയവനാണെന്ന് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പലരും സ്നാനപ്പെടുന്നതിന് മുമ്പ് സഭയിൽ എഴുന്നേറ്റ് പറയാറുണ്ട്, ഞാൻ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നത്, ഡേറ്റ്, സമയം എല്ലാം കുറിച്ചിട്ട് പറയാറുണ്ട്. ഞാൻ ആരെയും കുറ്റം വിധിക്കുവാനോ കുറ്റം പറയുവാനോ അല്ല. അവനവനറിയാം അവനവൻ്റെ ജീവിതം. അവനവൻ്റെ ജീവിതത്തിൽ ആ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്ന ആ നിമിഷം മുതൽ കർത്താവിനോട് കൂടി ജീവിക്കുകയും ആ ജീവിതത്തിനൊരു വ്യതിയാനം, ഒരു വ്യത്യാസം കർത്താവിനോടുകൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകും. ആ സാക്ഷ്യം ഇല്ലെന്ന് വരികിൽ ആ സാക്ഷ്യം നഷ്ടപ്പെടുന്നവരായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. ഹല്ലേലൂയ. ആ സാക്ഷ്യം കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരുത്തനോട്, ഒരു കർത്താവിൻ്റെ ദാസനോട് സംസാരിക്കുമ്പോഴറിയാം, ഹല്ലേലൂയ, അവനിൽ ദൈവകൃപ വ്യാപരിക്കുന്നുണ്ടെന്നറിയാം. ഞാനൊരു എനിക്കൊന്നും പറയാനില്ല, ഒരു മെറിറ്റും എനിക്ക് പറയാനില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എങ്കിൽ തന്നെയും ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്, പാസ്റ്ററാണോ? ഞാൻ ഈ വെള്ളയുടുപ്പൊന്നും അല്ല അന്നേരം ധരിച്ചിരിക്കുന്നു, എൻ്റെ സിവിൽ ഡ്രസ്സാണ്. അവരെന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കാറുണ്ട്, പാസ്റ്ററാണ്. അപ്പോൾ ഒന്നും അറിയാൻ മേലാത്ത ആള്, എൻ്റെ മെറിറ്റൊന്നും അല്ല കേട്ടോ, ഞാനത് തുറന്ന് സമ്മതിക്കുന്നു. പലരും എന്നോട് വന്ന് ചോദിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന വിഷയം, എന്നിലെന്തോ ഒന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം അമ്പേ പരാജയമാണ് എൻ്റെ ദൈവമക്കളെ. ആമേൻ. കൂടുതലൊന്നും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല, ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. നമ്മളെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച് ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മളെ കാണുന്നവര് ഇവൻ ദൈവമുള്ളവനാണെന്ന് മനസ്സിലാക്കണമെന്ന് വരിക നമ്മൾ ദൈവത്തോട് കൂടെ ജീവിക്കണം. ഹല്ലേലൂയ. അതല്ലെന്ന് വരെ നമ്മുടെ വിശ്വാസ ജീവിതം അമ്പേ പരാജയമാണ്. ഞാൻ മുമ്പേ വായിച്ച ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് അവൻ മനസ്സിലാക്കിയത് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അത് ഫിലിപ്പിയിലുള്ള ജനങ്ങൾക്ക് കാരാഗൃഹത്തിൽ കടന്ന് എഴുതിയപ്പോൾ ആ ലേഖനത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം താൻ മനസ്സിലാക്കിയിട്ട് ഇവിടെ കുറിച്ചിരിക്കുന്നതാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. പിൻപിലുള്ളതിനെ ആ ആ ആ
ഹല്ലേലൂയ. എവിടെ കൂടെ നിന്നാ എഴുതിയിരിക്കുന്നത്? വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവന്റെ ലക്ഷ്യം എന്താണ്? കാറ് മേടിക്കണമെന്നാണ്, വീട് മേടിക്കണമെന്നാണ്, അതോ നല്ല സാരി മേടിക്കണമെന്നാണ്? ഹല്ലേലൂയ. അതോ നല്ല ഓർണമെന്റ്സ് മേടിക്കണമെന്നാണ്? അതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഹല്ലേലൂയ. പിന്നെ എന്താണ് ആ ലാക്ക്? ഹല്ലേലൂയ. Where is your aim? ഏത് ലാക്കാണ് നിന്റെ ക്രിസ്തീയ ജീവിതം കൊണ്ട് നീ കാണുന്നത്? That is the most important subject in Christian life. Where are you going in your Christian life? ഇവിടെ വളരെ വ്യക്തമായിട്ട് ആ പ്രിൻസിപ്പിളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. അവൻ ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതൊന്നും ഒരു വിഷയമല്ല. അതാണ് കപ്പൽ ഛേദമുണ്ടായിട്ടും എത്ര പ്രാവശ്യം അടിയും ഇടിയുമേറ്റ് കാരാഗൃഹത്തിൽ ഒറ്റപ്പെട്ടവനായിട്ട്, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട്, ഹല്ലേലൂയ, പൗലോസും ശീലാസും താൻ തന്നെയും ഒക്കെയും തടങ്കലിലെല്ലാം കടന്നു. അവന് പല ഭാരവും ഉണ്ടായി. അന്നും കൂർക്കം വലിച്ചുറങ്ങിയ നോക്കി. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ ലാക്ക് നേടിയവന്റെ ചിന്താഗതി. He have an important aim and vision. അത് ഈ ലോകത്തിലെ ഒന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. നിത്യതയുടെ തുറമുഖമാണ്. ഹല്ലേലൂയ. ആ തീരമാണ്. പുത്തനാം യെരൂശലേമിന്റെ പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന, ഏകദേശം തീരാറായി. ഹല്ലേലൂയ. ആ ലാക്കിലേക്ക് ഓടുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. എത്ര പേർക്ക് ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ലാക്കിലേക്ക് ഓടുവാൻ കഴിയുന്നുണ്ട്. That is my question. അത് സാധിക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മീയമായിട്ട്, കർത്താവേ എന്നെ ഉയർത്തണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ വിശ്വാസത്തിന്റെ തീഷ്ണത ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് എത്ര പേര് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അതിനൊരവസാനവുമില്ല. എന്നേക്കും വസിക്കുന്ന ലാക്കാണ് അവന്റെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ. കാറും വീടും സാരിയും,
അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നാളെ മനുഷ്യ നീ മരിക്കും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കുമോ? ഇല്ല. അന്നേരവും അവൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നത് മുഴുവൻ ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ചിന്താഗതികളാണ്. അതുകൊണ്ടാണ് ആ മരണം എന്ന വാക്കിന് അവൻ വില കൊടുക്കാത്തത്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട്? ലാക്കിനെ ലക്ഷ്യമാക്കി നിന്റെ വിശ്വാസ ജീവിതം ഓടി തീർത്തിട്ടില്ലെന്ന് വരികില്ല, ഓടിയില്ലെന്ന് വരികില്ല. ഇന്ന് തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ലോകം തീരാൻ പോവുകയാണ്. നമ്മൾ നിത്യതയോട് അടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞു പോയ ഒരു സെക്കൻഡ് തിരിച്ചു വരുന്നില്ല, എന്നേക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകിപ്പോവുകയാണ്. ഏറെയായാൽ 80. ഒന്ന് കാൽക്കുലേറ്റ് നോക്കി. 80 × 365 എത്ര ദിനങ്ങളുണ്ടെന്ന് അന്നേരം മനസ്സിലാക്കാം. 80 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? ഹല്ലേലൂയ. എത്ര സ്വത്തുക്കളുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും അതെല്ലാം മാറ്റപ്പെടും. അതാണ് ഞാൻ ഒരു പാട്ട് എഴുതിയത്. പ്രത്യാശ വർദ്ധിച്ചിടുന്നേ, തേജസ്സേറും മുഖം കാണുവാൻ കാലമേറെ അടുത്തുവല്ലോ, വിൺപുരിയിലെത്തിച്ചേരുവാൻ കാലമേറെ അടുത്തുവല്ലോ, വിൺപുരിയിലെത്തിച്ചേരുവാൻ ലോകവാസം വിട്ടു പിരിയും, സ്വന്തമെല്ലാം മാറിപ്പോയിടും, ലോകവാസം വിട്ടു പിരിയും, സ്വന്തമെല്ലാം മാറിപ്പോയിടും, പുതുദേഹം പ്രാപിച്ചിടുന്ന പ്രിയൻ കൂടെ ചേർന്നിടുമ്പോൾ, പുതുദേഹം പ്രാപിച്ചിടുന്ന പ്രിയൻ കൂടെ ചേർന്നിടുമ്പോൾ, പ്രത്യാശ വർദ്ധിച്ചിടുന്നേ, തേജസ്സേറും മുഖം കാണുവാൻ കാലമേറെ അടുത്തുവല്ലോ, വിൺപുരിയിലെത്തിച്ചേരുവാൻ. ആ മനോഹരമായ പാട്ട് ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ തൻ്റെ ജീവിതം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ ടെറിബിളായിട്ടുള്ള ജീവിതമായി ക്രിസ്തീയ ജീവിതം. കർത്താവിന് വേണ്ടി ഓടുക, ആ ലാക്ക് മാത്രം ലക്ഷ്യമാക്കി ഓടുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം ഒരേ ഒരു കാര്യം, ദൈവത്തെ നേരിട്ട് കണ്ടു. ഹല്ലേലൂയ. ആ ദൈവത്തെ യഥാർത്ഥമായിട്ട് കണ്ടുമുട്ടിയവരാരെങ്കിലും ഉണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഹല്ലേലൂയ.
എങ്കിൽ നീ ഭാരപ്പെടേണ്ട എൻ്റെ കുഞ്ഞെ, എൻ്റെ ദൈവമക്കളെ, എൻ്റെ മോളെ, മോനെ, നീ ഭാരപ്പെടണ്ട. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വഴികളിലെല്ലാം നിന്നെ കാക്കേണ്ടതിന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. നിന്റെ ജീവിതത്തെ ഓർത്ത് നീ ഭാരപ്പെടണ്ട, നീ കണക്കുകൾ കൂട്ടണ്ട. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിന്നെ തന്നെ ഒന്ന് ഒരുക്കി കൊടുക്കാമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ പറയുവാനുണ്ട്. എന്നാൽ നിന്റെ ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ. ലക്ഷ്യം മറന്നു പോകരുത്. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. ഈ ദിവസങ്ങളിൽ ലക്ഷ്യം അതായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അനേക പാട്ടുകളൊക്കെ പാടുവാൻ ഇങ്ങനെ ഹൃദയത്തിൽ വരുന്നുണ്ട്. ലക്ഷ്യമതാണ്, എന്നാശയതാണ്, ഞാനെന്നു കാണുമോ. ലക്ഷ്യമതാണ്, എന്നാശയതാണ്, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. പ്രത്യാശവർത്തിച്ചിടും നീ തേജസ്സേറും മുഖം കാണുവാൻ. പ്രത്യാശവർത്തിച്ചിടും നീ തേജസ്